ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ വാട്ടർ അതോറിറ്റിയിലേക്ക് നടക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഓപ്ഷൻ ഡി, ഗേറ്റ്വേ. അടുത്ത ചോദ്യം: ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി. ഓപ്ഷൻ ബി, ഫിഷിംഗ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ഓപ്ഷൻ എ, ക്യാഷ് മെമ്മറി. അടുത്ത ചോദ്യം: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് റെസല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി. ഓപ്ഷൻ എ, ടെക് ജൻഷ്യ. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ബി, ബോസ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 2, 3, 4. റാം വോളട്ടൈൽ മെമ്മറി, ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, MICR ഇൻപുട്ട് ഡിവൈസ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ Ctrl+M ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. അടുത്ത ചോദ്യം: 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ സി, ഐരാവത്. അടുത്ത ചോദ്യം: കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി, E-Cube. അടുത്ത ചോദ്യം: ചേരുംപടി ചേർക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രാക്കിംഗ്: ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഫിഷിംഗ്: അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ്: വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം: ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. അടുത്ത ചോദ്യം: മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാം. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിലുള്ള ശരിയായ പ്രസ്താവനകളാണ്: മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡേറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച്
ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ലിങ്ക്ഡിൻ. അടുത്ത ചോദ്യം, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡേറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞെല്ലാം. തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. അടുത്ത ചോദ്യം, IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ സി ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മൈക്രോഫോൺ. മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഉപകരണമാണ്, ഓർത്തു വെച്ചോണേ. മൈക്രോഫോൺ ഇൻപുട്ട് ഉപകരണമാണ്. ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ്. അടുത്ത ചോദ്യം, PDF-ൻ്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 പ്രകാരം അനുവദനീയം അല്ലാത്തതേത്? ഓപ്ഷൻ സി സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ സഫാരി. അടുത്ത ചോദ്യം, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം? ഓപ്ഷൻ ബി ജെമിനി. ചോദ്യം, സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഓപ്ഷൻ സി ഫിഷിംഗ്. അടുത്ത ചോദ്യം, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി റൂട്ടർ. അടുത്ത ചോദ്യം, ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, ഡാം ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ ബി മാൽവെയർ. അടുത്ത ചോദ്യം, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ഓഗ്മെന്റഡ് റിയാലിറ്റി. അടുത്ത ചോദ്യം, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അടുത്ത ചോദ്യം, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഓപ്ഷൻ ബി മായ OS. മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക്. അടുത്ത ചോദ്യം, ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അടുത്ത ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. അടുത്ത ചോദ്യം, കാർബൺ പകർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിന്റർ ഏത്? ഓപ്ഷൻ എ ഡോട്ട് മെട്രിക് പ്രിന്റർ. അടുത്ത ചോദ്യം, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയും. അടുത്ത ചോദ്യം, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ഓപ്ഷൻ എ
മാൽവെയർ. അടുത്ത ചോദ്യം, ഏത് കമ്പനിയാണ് വാട്സൺ AI ആരംഭിച്ചത്? ഓപ്ഷൻ സി IBM. അടുത്ത ചോദ്യം, ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1 മാത്രം. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ഓപ്ഷൻ ബി ഫങ്ഷൻസ്. അടുത്ത ചോദ്യം, ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ. അടുത്ത ചോദ്യം, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി മൗസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഓപ്ഷൻ ബി ഗൂഗിൾ ക്രോം. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2 and 3. ശരിയായ പ്രസ്താവനകൾ: BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം. അടുത്ത ചോദ്യം, മെറ്റാ ഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഓപ്ഷൻ ഡി ഹെഡ്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ഓപ്ഷൻ സി 66F. അടുത്ത ചോദ്യം, പ്രോഗ്രാമിംഗിൽ ഒരു വേരിയബിളിൻ്റെ ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയുന്ന ഡേറ്റ സംഭരിക്കുന്നതിന്. അടുത്ത ചോദ്യം, പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? ഓപ്ഷൻ ബി മാക്. അടുത്ത ചോദ്യം, ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. ഓപ്ഷൻ സി MS Excel. സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് വിൻഡോസ്, ലിങ്കർ, ലോഡർ. ഓക്കെ. അടുത്ത ചോദ്യം, തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി സ്വിച്ച്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത്? ഓപ്ഷൻ സി 17 ഒക്ടോബർ 2000. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം, വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെഴുതുക. ഓപ്ഷൻ ഡി ഗേറ്റ്വേ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി സഫാരി. സഫാരി ഒരു ബ്രൗസറാണ്. യാഹു, ഗൂഗിൾ, ബിങ് ഇതെല്ലാം സെർച്ച് എഞ്ചിനുകളാണ്. അതാണ് വ്യത്യാസം. ഓക്കെ. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേര്? ഓപ്ഷൻ ബി ഇ-സേവനം. അടുത്ത ചോദ്യം, IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സൈബർ ഭീകരത. അടുത്ത ചോദ്യം, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ വേർഡ് പ്രൊസസ്സർ. അടുത്ത ചോദ്യം, കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി മാൻ. അടുത്ത ചോദ്യം, 2 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ബൈറ്റ്സ്? ഓപ്ഷൻ ഡി 2048. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്